നിനക്ക് ഒരു സഹായിയോ കുടുംബക്കാരോ കൂട്ടിനില്ലാത്ത സമയത്ത് നിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നീ ഇത് പ്രവർത്തിച്ചു കൊള്ളുക. 30 ദിവസം കൊണ്ട് 4200 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം ഈ അവസരത്തിൽ നീ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. വീഡിയോ പൂർണ്ണമായി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈനൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൽ കൂടെ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പതിവാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ റമളാനിലെങ്കിലും കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി വിശുദ്ധ റമളാനിനെ വേണ്ടുവോളം സ്വാഗതം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മിൽ പലരും ജോലി തിരക്ക് കാരണം കൊണ്ടോ അല്ലെങ്കിൽ സമയക്കുറവ് കാരണം കൊണ്ടോ പരിഗണിക്കപ്പെടാതെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ഇബാദത്താണ് ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നാം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ. ഫർളായ നിസ്കാരത്തിൽ വന്നുപോയ പോരായ്മകളെ പരിഹരിക്കാൻ ഉതകുന്നതാണ് ഈ സുന്നത്ത് നിസ്കാരം എന്നത് ആദ്യം നാം മനസ്സിലാക്കണം. 22 റക്അത്തുള്ള ഈ നിസ്കാരം മുഅക്കദായ സുന്നത്തായിട്ട് 10 റക്അത്താണ് എണ്ണിയിട്ടുള്ളത്. എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിനോട് പറഞ്ഞത് 12 റക്അത്ത് പതിവാക്കാൻ വേണ്ടിയാണ്. മൻ സാമറ അലാ സിൻതൈ അശറത റക്അതൻ മിനസ് സുന്നഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ് 4 റക്അത്തിൻ ഖബ്ല അൽ-ളുഹ്ർ വറക്അതൈനി ബഅദഹാ വറക്അതൈനി ബഅദൽ മഗ്രിബി വറക്അതൈനി ബഅദൽ ഇശാഇ വറക്അതൈനി ഖബ്ല അൽ-ഫജ്ർ. ആരെങ്കിലും ഒരാൾ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് 12 റക്അത്തിൽ ഉറച്ചു നിന്നാൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു വീട് പണിത് വെക്കുന്നതാണ്. ആ 12 റക്അത്ത് എങ്ങനെയാണ്? 4 റക്അത്തിൻ ഖബ്ല അൽ-ളുഹ്രി, ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്തുകൾ, വറക്അതൈനി ബഅദഹാ, ളുഹ്റിന്റെ ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ മഗ്രിബി വറക്അതൈനി ബഅദൽ ഇശാ, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 2 റക്അത്തും ഇശാ നിസ്കാരത്തിന്റെ ശേഷം 2 റക്അത്തും, വറക്അതൈനി ഖബ്ലൽ ഫജ്ർ, സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്തും. ഇങ്ങനെ 12 റക്അത്ത് ഒരാൾ ഉറച്ചു നിന്ന് എല്ലാ നാളിലും അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലില്ലാഹു കുല്ല യൗമിൻ 12 റക്അതൻ തതവ്വുഅൻ ഗൈറൽ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. എല്ലാ ദിവസവും ഫർളല്ലാത്ത സുന്നത്ത് നിസ്കാരം 12 റക്അത്ത് നിസ്കരിക്കുന്ന മുസ്ലിമിൻ്റെ പ്രതിഫലം അല്ലാഹു അവനിക്ക് സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ചു നൽകലാകുന്നു. അപ്പം അത്രയും മഹത്വമുള്ളതാണ് സുന്നത്ത് നിസ്കാരം എന്ന് നാം ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള അല്ലെങ്കിൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പ്രത്യേക മഹത്വമുണ്ട്. സുബ്ഹിക്ക് മുമ്പുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവിനേക്കാളും അതിലുള്ളത് മുഴുവനത്തിനേക്കാളും ഖൈറായതാണ്. അതേപോലെ മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബ്ല അൽ-ളുഹ്രി വ 4 ബഅദഹാ,
ളുഹറിൻ്റെ മുമ്പും ശേഷവും 4 റക്അത്ത് വീതം ഒരാൾ പതിവാക്കിയാൽ ഹറമഹുല്ലാഹു അലന്നാർ, അവനിക്ക് അള്ളാഹു തആല നരകം ഹറാമാക്കുന്നതാണ്. ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വങ്ങൾ ഒരു കുറേ കാണാം. പക്ഷേ എന്നിട്ടും നാം സുന്നത്ത് നിസ്കാരത്തിന് പരിഗണന നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത്രയും മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് ഒരു 12 റക്അത്ത് ദിവസവും പതിവാക്കാൻ ഈ വരുന്ന വിശുദ്ധ റമളാനെങ്കിലും നാം ഉപയോഗപ്പെടുത്തണം. അതിന് തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ 12 റക്അത്ത് ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾക്ക് 840 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് റമളാനിൽ ഒരു ദിവസം കിട്ടുന്നത്. അപ്പം 30 ദിവസത്തേക്ക് 25,200 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെങ്കിൽ അത് നാം അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ വിശുദ്ധ റമളാനിൽ നമുക്ക് നിസ്കരിക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന, മറ്റുള്ള സമയങ്ങളിലൊക്കെ നിസ്കരിക്കണം, പക്ഷെ വിശുദ്ധ റമളാനിൽ എളുപ്പത്തിൽ നമുക്കൊക്കെ കഴിയുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. സാധാരണ ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹജ്ജുദ്. രാത്രിയുടെ അവസാന സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പം അത്താഴത്തിന് ഏതായാലും നാം എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുക. മഹാന്മാർ സ്വാലിഹീങ്ങളൊക്കെ പതിവാക്കിയ നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല അതിനുത്തരം നൽകും. തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതാൻ വേണ്ടി പ്രത്യേകമായ സുന്നത്തുകളൊന്നും പറയാത്തതിനാൽ തന്നെ നമുക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും 2 റക്അത്തിൽ ഓതിയാൽ മതിയാകും. സ്വാലിഹീങ്ങൾ പതിവാക്കിയെന്ന് മാത്രമല്ല, അത് വലിയൊരു നിധിയാണത്. 30 ദിവസം നാം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ 4,200 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കും. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ, അത് 4 ആണെങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ ലഭിക്കും. അപ്പം 2 റക്അത്തെങ്കിലും നാം നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കണം. ആ തഹജ്ജുദ് നിസ്കാരത്തെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞതെന്താണ്? ഫൈദൻ തബഹത ബിലൈലത്തിൻ ഫതഹജ്ജദ വസ്തഗ്ഫിറൽ ലിൽ മുഅ്മിനീന വഅഅ്വിലാ. രാത്രിയിൽ നീ ഉണർന്നാൽ തഹജ്ജുദ് നിസ്കരിക്കുകയും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും നിന്റെ തെറ്റുകൾ ഓർത്തുകൊണ്ട് നീ കരയുകയും ചെയ്യുക. ഫലറകഅതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസുൻ ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ. രാത്രിയുള്ള 2 റക്അത്ത് നിസ്കാരം ശാശ്വത വീട്ടിലേക്ക് നിത്യമായി ബാക്കിയാകുന്ന നിധിയാണത്. فاستكثرن من الكنوز لفاقتي تأتي عليك ولا نصيب ولا. നിന്റെ സഹായിയോ കുടുംബക്കാരോ ആരാരുമില്ലാത്ത സമയത്ത് നിന്റെ ആവശ്യത്തിന് നിനക്ക് കൂട്ടായി വരാൻ വേണ്ടി നീ ഈ നിധികളെ വർദ്ധിപ്പിക്കണം. ഇത് നമ്മളെ മഹാന്മാർ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇത് വെറുതെ ആകരുത്. ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന അയാൾ ഒരു കുറേ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് തഹജ്ജുദ് നിസ്കാരം. അതുകൊണ്ട് നാം നഷ്ടപ്പെടുത്തി കളയരുത്. റമളാനിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് സ്വാലിഹീങ്ങളുടെ പാത പിൻപറ്റാനും നിസ്കാരം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാനും അത് ഉപകരിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ വിശുദ്ധമായ ഈ റമളാൻ 1 മുതൽ റമളാൻ കഴിയുന്ന ദിവസം വരെയും തഹജ്ജുദ് ഇതുവരെ ആരംഭിക്കാത്തവർ നിസ്കരിക്കാൻ മുന്നോട്ട് വരണം. ആ നിസ്കാരം പിന്നീട് ജീവിതത്തിൽ മരണം വരെ തുടർത്തുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ ശേഷം പ്രത്യേകമായി ദുആ ചെയ്യുക. ആ ദുആയിൽ ഈ വിനീതനടക്കം എല്ലാ മുഅ്മിനീങ്ങളെയും
നിങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കി വെക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ഈ റമളാൻ നഷ്ടപ്പെടാതിരിക്കാൻ ഉതകുന്ന പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ വരുന്നുണ്ട്. പല മസ്അലകളും വരും. ഓരോ ദിവസവും റമളാനിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ റമളാൻ മാസപ്പിറവിയുടെ ദിവസം വരെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് വരിക. എല്ലാ ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇൻഷാ അള്ളാ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നമ്മുടെ വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.